സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വര മരണങ്ങൾ. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 പേരാണ് മരിച്ചത്. എം ജി പ്രതീഷ് ചേരുന്നു. നമ്മളെ അലോസരപ്പെടുന്ന ഒരു വാർത്തയാണത്. പ്രതീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് വലിയ ആശങ്കയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏകദേശം 100ഓളം പേർക്കാണ് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. അതിൽ മരണസംഖ്യ കൂടുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വിവരം. ഇതുവരെ മരിച്ച ആളുകളുടെ എണ്ണം 24ആയി. ഇന്നലെയാണ് അവസാനമായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള ഒരു മരണം റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം സ്വദേശിയാണ് ഇന്നലെ മരിച്ചത്. സെപ്റ്റംബർ 23-ന് നടത്തിയ പരിശോധനയിലാണ് ഈ യുവതിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. തുടർന്ന് ചികിത്സയിൽ കഴിയവെ ഇന്നലെ ഉച്ചയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഒരു മാസത്തിനിടെ 3 മരണം റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. ഈ ജലാശയങ്ങളിലും വീടുകളിലും ഉൾപ്പെടെ ക്ലോറിനേഷൻ നടത്തണമെന്ന നിർദ്ദേശമുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നുവെന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു. നിലവിൽ ഒരു 30-ലധികം ആക്റ്റീവ് കേസുകൾ തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ ഓരോരുത്തരും പുലർത്തണമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.